കടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച കൊച്ചുമിടുക്കിയുടെ ഡാൻസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. എറണാകുളം വെരൂർ KM UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി അനയ പി റിലിന്റെ നൃത്തമാണ് മന്ത്രിയുടെ വരെ മനം കവർന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്കിൽ ഒരു മിടുക്കിയുടെ ഡാൻസ് പോസ്റ്റ് ചെയ്തത് കണ്ടു. നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഡാൻസ് അങ്ങ് വൈറലാവുകയും ചെയ്തു. ആ വൈറൽ താരം ആരാണെന്ന് തെരഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് ഇറങ്ങി. അവസാനം ആ യാത്ര വന്നെത്തിയത് എറണാകുളം എരൂരിലെ KM UP സ്കൂളിലാണ്. ഒരു 2ാം ക്ലാസ്സുകാരി അനയ. ഞാൻ കയ്യോടെ ആളെ പിടിച്ചിട്ടുണ്ട്. ദേ നിൽക്കുന്നു നമ്മുടെ വൈറൽ ഡാൻസ് താരം. ഹായ് അനയ. ഹലോ. ഫേസ്ബുക്കിൽ ആ വീഡിയോ കണ്ടായിരുന്നോ? എന്നിട്ട് അറിഞ്ഞോ അത് ഇത്ര വലിയ വൈറലായെന്ന്? അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? എന്റെ അച്ഛന്റെ ഫോണിൽ കണ്ട്. എന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛന്റെ ഫോണിൽ കാണൂന്ന്. വൈറലായത് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ഞാൻ പഠിക്കും. ഞാൻ വീട്ടിൽ ചെന്നാലും പഠിക്കും. അന്നേരം പഠിച്ചെടുത്തതാണ്. അതാണ്. എങ്ങനെയാണ് ഈ ടീച്ചർ എങ്ങനെയാ ഒരു ഡാൻസിലേക്ക് അങ്ങനെ ഭയങ്കര എനർജി ആയിട്ട് ഒരു നാണക്കേടും ഇല്ലാണ്ട് കൂട്ടുകാരുടെ മുന്നിൽ നിന്നൊക്കെ അങ്ങനെ ഒന്ന് കളിക്കാൻ തോന്നിയത്? എങ്ങനെയായിരുന്നു ആ സംഭവം? ടീച്ചർ ലൈനായിട്ട് നിക്കാൻ പറഞ്ഞു. ഞങ്ങക്ക് കളിക്കേണ്ട സമയമാണ്. ടീച്ചർ ലൈനായിട്ട് നിക്കാൻ പറഞ്ഞു. കുറച്ചേം കണ്ണടിച്ച് നിക്കാൻ പറഞ്ഞു. പിന്നെ ടീച്ചർ ഓരോരുത്തരെ വിളിച്ച് ഡാൻസും കളിപ്പിച്ച് പാട്ടും കളിപ്പിച്ചപ്പോൾ എല്ലാരും വന്നു. അതുകൊണ്ട് തെമ്മാടിക്കാറ്റ് ഇട്ടിട്ട് ഞാൻ കളിച്ചതാണ്. അതാണ്. ഈ പാട്ട് നേരത്തെ വീട്ടിൽ കളിക്ക് പ്രാക്ടീസ് ചെയ്യായിരുന്നു അതോ ആ പാട്ട് കേട്ടപ്പോ അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് വന്നതാണോ? ഞാന് പാട്ട് കൊണ്ട് ഞാൻ കളിക്കാറുണ്ട് വീട്ടില്. എനിക്ക് കുത്ത് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അരങ്ങേറ്റം കഴിഞ്ഞാല് ഞാൻ കുത്ത് ഡാൻസിലേക്ക് ചേരും. കുത്ത് ഡാൻസ് ആണ് ഇഷ്ടം, ക്ലാസിക്കൽ ഡാൻസിനേക്കാളും. ഇത് വൈറലായിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത്? ഒരുപാട് ആളുകൾ വന്ന് അനയുടെ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞേ? ഫ്രണ്ട്സൊക്കെ ഒരുവിധം ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്റെ കൂട്ടുകാരി ഉണ്ട് ആരാധ്യ പറഞ്ഞ് എന്റെ ഡാൻസ് അടിപൊളിയാണെന്ന് പറഞ്ഞു. അതേട്ട് എനിക്ക് സന്തോഷായി. ഫ്രണ്ട്സിന്റെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടം. അങ്ങനെ ഒരു ഷൈ ഒന്നുമല്ല? ഇല്ല. ഇനിയും പാട്ടിട്ടാ കളിക്കും എത്ര പേരുണ്ടെങ്കിലും? ഒരു കുഴപ്പമില്ല. ടീച്ചേഴ്സൊക്കെ എന്താ വീട്ടിലെന്താ പറയുന്നേ? അച്ഛനും അമ്മയൊക്കെ ഇത് കണ്ടിട്ട്? അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് എന്നെ ഭയങ്കര കെട്ടുപിടിക്കലും പിന്നെ എന്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കരയുന്നു കണ്ടിട്ട് പിന്നെ സന്തോഷമായി. മന്ത്രി വിളിച്ചായിരുന്നോ? ഇല്ല, വിളിച്ചില്ല. വിളിക്കുമെന്ന് തോന്നുന്നല്ലേ? അതിന് കാത്തിരിക്കുകയാണോ? അപ്പൊ എന്തായാലും ഇത് കണ്ടിട്ട് മിനിസ്റ്റർ വിളിക്കട്ടെ. പിന്നെ ടീച്ചർ പ്രിൻസിപ്പൾ ആണല്ലേ വീഡിയോ എടുത്തത്? എന്നാ ടീച്ചർ ആ സമയത്ത് വീഡിയോ എടുക്കുന്നത് മോള് കണ്ടായിരുന്നോ? അന്നേരം ടീച്ചർ വീഡിയോ എടുത്തു. ഞാന് അവിടുന്ന് കളിച്ച് എല്ലാരും കണ്ടേച്ചു. ടീച്ചർ അതിന്റെ മുമ്പ് ആദ്യം തൊട്ട് സ്റ്റെപ്പ് ഇട്ടപ്പോ ടീച്ചർ എല്ലാരും ചിരിച്ച് പിന്നെയാണ് ടീച്ചർ വീഡിയോ എടുത്തത്. ടീച്ചറെ അനയ്യയുടെ ഡാൻസ് ടീച്ചറാണ് അന്ന് വീഡിയോ എടുത്തത്. സ്കൂളിന്റെ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്തത്. പ്രതീക്ഷിച്ചോ ഇത്രയേറെ വൈറലാവും? വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അത് ഷെയർ ചെയ്യും? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ സ്കൂളിന്റെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം അങ്ങനെ വീഡിയോ എടുത്തു. അത് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഞാൻ സാധാരണ അയക്കാറുണ്ട്. അതുപോലെ പിന്നെ അത് കുറച്ചുകൂടി നല്ല രസമുള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ സ്കൂളിന്റെ FB പോസ്റ്റിൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വൈറലാവുമെന്ന് വിചാരിച്ചില്ല. പഠിക്കാനും എടുക്കണ്ടോ? പറയാൻ വന്നേ ക്ലാസ് ഫസ്റ്റ് ആണ്. ഓക്കെ. അപ്പോ ഈ അനയക്കുട്ടിയുടെ ഡാൻസ് അത് കണ്ട്
എല്ലാവർക്കും വലിയ ഇഷ്ടമായി. അനയ്യയോട് ഇപ്പൊ എല്ലാവർക്കും വലിയ അഭിനന്ദന പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അനയ്യയുടെ ഡാൻസ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്രയേറെ വൈറലായത്. എന്തായാലും അനയക്കുട്ടി മിടുമിടുക്കിയാണ്. അനയക്കുട്ടിക്ക് ഞങ്ങളുടെയും എല്ലാവിധ ആശംസകളും. വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തരുടെയും മനം കവർന്നിരിക്കുകയാണ് അനയക്കുട്ടി. എന്തായാലും നവമിയാണ് അനയക്കുട്ടിക്കൊപ്പം ചേർന്നത്. നന്ദി നവമി.